കരുണയുടെ അവസാന മണിക്കൂർ 73. ദൈവവചനത്തിൻ്റെ ശക്തി. നിങ്ങൾ ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു കാര്യം വഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കാനായി ദൈവത്തിൻ്റെ വചനം അറിയുക എന്നതാണ്. സത്യം വചനത്തിലാണുള്ളത്. വചനം തന്നെയാണ് സത്യം. വ്യാജമായ ഒരു വാക്കും വചനമായിരിക്കില്ല. അവ നാശം വിതയ്ക്കുന്ന അസത്യത്തിൻ്റെ വാക്കുകളാണ്. അസത്യമാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഈ വാക്കുകളാണ് മനുഷ്യർക്ക് ആകർഷകമായി തോന്നുന്നത്. അതുതന്നെ അവരെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ വചനവും പ്രകാശവുമാകുന്നു. എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എടുത്തുപയോഗിക്കാനുള്ളതുമല്ല. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സുവിശേഷം അറിയുക. ഞാൻ എന്താണ് പറഞ്ഞതെന്നും എന്താണ് പഠിപ്പിച്ചതെന്നും അറിയുക. എൻ്റെ സ്നേഹവും എൻ്റെ വാക്കുകളും മാറ്റമില്ലാത്തവയാണെന്ന് അറിയുക. എനിക്ക് മാറ്റമില്ല. എൻ്റെ സ്നേഹവും അചഞ്ചലമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയുമാണ്. മനുഷ്യൻ്റെ സംശയങ്ങൾക്കുള്ള പരിഹാരം ഉച്ചരിക്കപ്പെട്ടതും എഴുതപ്പെട്ടതുമായ വചനമാണ്. വചനം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ എന്നെ അറിയാൻ കഴിയുക? എൻ്റെ വചനത്തിൽ കൂടിയാണ് ഞാൻ പ്രബോധനം നൽകുന്നത്. എൻ്റെ വചനത്തിൽ കൂടിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ എന്തായിരിക്കുന്നുവോ അതും എൻ്റെ വചനത്തിലൂടെയാണ്. മക്കളെ, ദൈവവചനത്തിൽ മാറ്റം വരുത്തുന്നവർക്കെതിരെ ജാഗ്രതയായിരിക്കുക. അതെ എൻ്റെ മക്കളെ, എൻ്റെ പ്രമാണങ്ങളുടെ വചനത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവുകയും വചനത്തെ മനസ്സിലാക്കുകയും ചെയ്യണം. വ്യാജത്തിൻ്റെ പക്ഷത്തുള്ളവർ നിങ്ങളെ ദുരുപയോഗിക്കുമ്പോൾ വഞ്ചിതരാകരുത്. നിങ്ങൾ അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നത് പോലെ തന്നെ ദൈവവചനത്തെയും അറിയണം. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. എന്നിൽ ശരണപ്പെടുക. എന്നിൽ ആശ്രയിക്കുകയും ചെറു പോരാട്ടങ്ങൾ യുദ്ധങ്ങളായി മാറുന്നത് കാണുകയും ചെയ്യുക. ദുരിതകാലത്ത് നിങ്ങളെ സഹായിക്കാനെന്ന വ്യാജേന നേതാക്കന്മാരുടെ വാക്കുകൾ നിങ്ങളെ അന്വേഷിച്ചു വരും. അപ്പോൾ ആ വാക്കുകളിൽ ആശ്രയിക്കരുത്. പിന്നെയോ ജീവിക്കുന്ന കുഞ്ഞാട് തന്നെയായ ദൈവത്തിൻ്റെ വചനത്തിൽ ശരണപ്പെടുക. എൻ്റെ വചനത്തിൻ്റെ മക്കളെ, അനേകർ നഷ്ടപ്പെട്ടു പോവുകയോ മാർഗനിർദ്ദേശം ആവശ്യമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയോ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ സഹോദരങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുക. ആത്മാവ് നയിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവരെ നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും നിങ്ങൾ അനേകരെ രക്ഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റുക. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രണ്ട് ദൈവങ്ങൾ ഉണ്ടാകാൻ സാധ്യമല്ല. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. പ്രിയ മക്കളെ, പാപം ചെയ്യരുത്. ഏറ്റവും ചെറിയ പാപം പോലും നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റും. പാപത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതൽ പാപം ചെയ്യുന്തോറും സത്യത്തിന് നേരെ നിങ്ങളുടെ കണ്ണുകൾ അന്ധമാകാൻ കൂടുതൽ എളുപ്പമാകുന്നു. ഓരോ കുഞ്ഞു പാപവും ക്രമേണ വലുതാവുകയും അവസാനം അത് നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് വിദൂരത്താണെന്ന് അപ്പോൾ നിങ്ങൾ കാണും. സ്വാധീന ശക്തിയുള്ള മനുഷ്യരുടെ അകൃത്യങ്ങൾക്ക് മുൻപിൽ എൻ്റെ ഹൃദയം എത്രയോ ദുഃഖപൂർണമായും ഭാരപ്പെട്ടും ഇരിക്കുന്നു. അവരിൽ അനേകർ മൃഗത്തിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. മാനസാന്തരപ്പെടാനോ സത്യത്തിലേക്ക് തിരിച്ചു വരാനോ അവർക്ക് ആഗ്രഹമില്ല.